നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സംരംഭകയുമാണ്. ഓ ബൈ ഓസി എന്ന പേരിൽ ഒരു കടയുടെ ഉടമയുമാണവർ. ഇപ്പോൾ അടുത്തിടെ ദിയ കൃഷ്ണയും അവരുടെ പിതാവ് കൃഷ്ണകുമാറും വാർത്തകൾ ഇടം പിടിച്ചിരുന്നു. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ആരോപിച്ചുകൊണ്ട് കൃഷ്ണകുമാർ രംഗത്തെത്തിയിരുന്നു. QR കോഡ് മാറ്റി പണം തട്ടിയെന്നാണ് കൃഷ്ണകുമാർ ആരോപിക്കുന്നത്. ഇതിനെ തുടർന്ന് ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്. എന്നാൽ ഇതിന് മറുപടിയായി ദിയയുടെ മുൻ ജീവനക്കാർ കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, പണം തട്ടിയെടുക്കൽ, ജാതീയമായി അധിക്ഷേപിക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. തങ്ങളെ ഭീഷണിപ്പെടുത്തി 8 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നും തങ്ങളുടെ അനുമതിയില്ലാതെ കുറ്റസമ്മത വീഡിയോകൾ പകർത്തിയെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ മ്യൂസിയം പോലീസ് കൃഷ്ണകുമാറിനും ദിയയ്ക്കും എതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനി പുറത്തു വന്നിട്ടുള്ള ചില ശബ്ദരേഖകൾ നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് വാസ്തവമെന്ന് ഈ ശബ്ദരേഖകൾ കേൾക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ക്രെഡിറ്റ് ആവുന്നതിന് ഡെബിറ്റ് ആവുന്നതിന് കണക്കില്ലേ? ഫിക്സഡായിട്ട് കിടന്നാലല്ലേ നമുക്ക് അതിന് പ്രശ്നമുള്ളൂ. നമുക്ക് അങ്ങനെ ഇല്ല. നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ലല്ലോ. അത് ദിയ മേടിക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ക്യാഷ് ആയിട്ട്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഉണ്ടാവുന്നത്? നമ്മൾ പണമായിട്ട് നമ്മൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ദിയക്ക്. 3 പേരുടെയും വരാറുണ്ട്. അതെ, ഇല്ല ഇല്ല, അത്രയ്ക്കൊന്നും ട്രാൻസാക്ഷൻ ഇല്ല അതിൽ അങ്ങനെ വരാനായിട്ട്. ഒരു മാസം ആണെങ്കിൽ 60-നകത്തൊക്കെ ഉണ്ടാവത്തുള്ളൂ. മൊത്തത്തിൽ 1.5 അത്രയൊക്കെ കാണത്തുള്ളൂ. അത്ര കാണത്തില്ല. മന്ത്ലി അങ്ങനെയൊക്കെ കാണത്തുള്ളൂ. മന്ത്ലി അത്രേ ഉണ്ടാവത്തുള്ളൂ. 8,72,000 ആണല്ലോ. കണക്കെടുത്ത് ഞങ്ങള് 1 കോടി രൂപ ഒരുമിച്ച് ഇവിടുന്ന് പോയിട്ടുള്ള ക്യാഷും ഇവിടുന്ന് സാധനങ്ങൾ എത്ര സാധനം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്ത് ഞങ്ങളിന്ന്. നിങ്ങള് വേറെ കച്ചവടം നടത്തുന്നത് ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഗസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നല്ലേ? ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിൻ്റെ അടുത്തിരുന്നപ്പോൾ നമ്മൾ ക്യാഷ് തന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തതാണ് അവരെ. പക്ഷെ നമ്മൾ എന്തെങ്കിലും തന്നതായിട്ട് നമുക്കൊരു റെസിപ്റ്റ് തരാമോ? ആ സമയത്താണ് അയാൾ ഇത് പറയുന്നത് നമ്മുടെ അടുത്ത്. പക്ഷെ അതിന് അവരുടെ അടുത്ത് തെളിവ് എവിടെ? 1 കോടിയുടെ എടുത്തതിന്റെ തെളിവ് എവിടെ? നമുക്ക് തെളിവല്ലേ ആവശ്യം? ഉറപ്പായിട്ടും അതിനുവേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത്. അതെ, ആ ഒറ്റ കാരണം നമ്മൾ അവിടുത്തെ ഡ്രൈവറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ കാരണം ദിയ പ്രൊവോക്കായെന്നാണ്. ഞാൻ ദിയേനെ പ്രൊവോക്ക് ചെയ്ത്. കാരണം ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പറയുന്നതിൻ്റെ ദേഷ്യം നമ്മുടെ അടുത്ത് പേഴ്സണലി ഉള്ള റിവഞ്ച് തീർത്തിയാണെന്ന് അവർ തന്നെ പറഞ്ഞു. അത് അതെ, നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയതിന് മാത്രമാണ്. ഇപ്പൊ നിങ്ങളുടെ പണം ദിയ തട്ടിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് പരാതി കൊടുത്തിട്ടുണ്ട്? അതിന് ഞങ്ങൾ ഇപ്പം പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട്. കോർട്ട് അവധിയായതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മൺഡേ കൊടുക്കും. നമ്മൾ കൊടുക്കാതിരുന്ന വെച്ചാൽ നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇപ്പം അത് ചെയ്യണ്ട, മൺഡേ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളത് വെയിറ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാഷ് അവർ മേടിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണകുമാർ സാറ് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും ഞങ്ങളുടെ നിന്ന് ക്യാഷ് വാങ്ങിയെന്ന് സമ്മതിച്ചിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത് അന്ന് അവർക്ക് പരാതി വന്നത്? നമ്മൾ മാറി. ഞങ്ങളെ മുന്നിൽ ജോലി നിർത്തി. 28-ാം തീയതി 29-ാം തീയതിയാണ് ഇഷ്യൂ നടക്കുന്നത്. 29-ാം തീയതിയാണ് നിർത്തുന്നത്. ദിയയ്ക്ക് അറിയാൻ ജോലി നിർത്തിയത് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ റെക്കോർഡുണ്ട്. കാരണം ദിയയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ്. എത്ര ചെയ്താലും ദിയക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതം ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അന്ന് ഞാൻ നിർത്തുന്നെന്ന് പറഞ്ഞ് അയച്ചിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാൻ 3 പേര് ഒരുമിച്ചാണ് ജോലി നിർത്തിയത്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ചെയ്തിട്ടാണെന്ന്. അല്ല, നിങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞ ദിയയുടെ ഡെലിവറി വരെ ഇവിടെ നിൽക്കുന്ന ദിയ ആവശ്യപ്പെട്ട് നിങ്ങൾ നിൽക്കാന്ന് തീരുമാനിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് 29-ാം തീയതി മാറാൻ തീരുമാനിച്ചത്? ഞങ്ങൾ 7 മണി വരെയൊക്കെ അവിടെ നിർത്താൻ തുടങ്ങി. അത്രയും സമയം നമുക്ക് ഓവർ ടൈം 4 മണി വരെ, പിന്നെ 11 മണി തൊട്ട് 5 മണിയാക്കി. പിന്നെ 7 മണി വരെയൊക്കെ നിൽക്കാൻ തുടങ്ങി.
പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതൊരു ഒരു ഗോഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഗോഡാണ് പോലത്തെ സ്ഥലം. നമ്മളിപ്പോൾ ഒരു എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധിക ജോലി നമ്മൾ അവിടെ ചെയ്യണം. നമ്മൾ അവിടെ നിന്ന് സ്റ്റോക്കുകൾ മേടിക്കാണ്ട് നമ്മൾ സിറ്റിക്കകത്ത് പോകണം, നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ പോകണം, പിന്നെ എന്തോ ലോഡ് കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ വെയിറ്റ് എടുക്കാൻ പറ്റുന്നതിനും അപ്പുറം ഞങ്ങളുടെ ഓഫീസ് മുകളിലാണ്, അത്രയും ഞങ്ങളത് എടുത്ത് കയറ്റാണ്. അപ്പം ഞങ്ങൾക്ക് പറ്റുന്ന ആരോഗ്യത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെയ്തില്ലെങ്കിൽ അതിനും പരാതിയാണ്. ദിയ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുമായിരുന്നു ക്യാഷ്, ഒരു 5,000 10,000 അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴും ഗൂഗിൾ പേ അല്ല, എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലല്ലേ ക്യാഷ് വരുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി കൊണ്ടുവന്നാൽ മതി, അങ്ങനത്തെ ഒരു ക്യാഷാണ് പറയുന്നത്. പുള്ളിക്കാരിക്ക് കണക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞങ്ങളുടെ ഇല്ല, അവരേലും ഉണ്ട്. നമ്മുടെ ഇപ്പോൾ എടുത്താൽ നമുക്ക് എടുക്കാൻ പറ്റും, എടുക്കാൻ ഉണ്ട്. നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉണ്ടെന്നുണ്ട്. അപ്പം അവർ പറയുന്ന പോലെയൊന്നും ഇല്ല. അതാ പറഞ്ഞേ, അവര് നമ്മൾ ആദ്യം നമ്മുടെ അവരെ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ്, കാരണം അവരിപ്പോൾ ഒരു സ്റ്റാറ്റസ് അന്ന് ഇട്ടിരുന്ന് കസ്റ്റമേഴ്സ് നമ്മളെ സ്റ്റാഫ് സ്കാം ചെയ്തിട്ടുണ്ട്, സ്റ്റാഫിൻ്റെ അക്കൗണ്ടിൽ ആരൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്തത് അവരൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലാണല്ലോ കൂടുതലും പേയ്മെൻറ്റ് അവിടെ വന്നത്. ഇപ്പോൾ ആ സ്ക്രീൻഷോട്ട് ആണ് ഇപ്പോൾ ആരായാലും നമ്മുടെ ചോദിക്കും നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്തതിന് തെളിവ് എന്താണെന്ന്. അപ്പം ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ വന്നതിന് മാത്രമല്ലേ തെളിവുള്ളൂ. അപ്പോൾ ദിയനെ ഞങ്ങൾ പേടിച്ചു. ദിയ ഞങ്ങൾ ആ ഓരോ ടൈമായിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു ദിയ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലായിട്ട്. അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതെ, ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല. പക്ഷേ ദിയയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു. ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ്, നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് വണ്ണാവും, നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും, ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. നോർമലായിട്ട് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു 2,000 രൂപ കിട്ടിയാൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വിധിച്ചെടുക്കും, അവിടെ നിങ്ങൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം. അത് അതിന് മുന്നത്തെ വീഡിയോ കാണാത്തോണ്ടാണ്. വിഷയം ഉണ്ടെന്നറിയാം. ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്. അവർ ഞങ്ങളെ കൊണ്ടുപോയി കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ അയാൾ പോലീസാണെന്ന് അറിയില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നും ചെയ്തത്. അയാൾ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും 15 ലക്ഷം രൂപ 3 ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങൾ എഴുതിപ്പിച്ച ഒരു പേപ്പർ പക്ഷേ അയാൾ എഴുതിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ അല്ലാന്ന്. അയാൾ പോലീസാണെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ഉപദ്രവിക്കുകയും അവർ ചെയ്തത്. ഇല്ല, അത് നമുക്കറിയില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അറിയാലോ. നമുക്ക് 69 ലക്ഷം വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ്. ഞങ്ങൾ ജോലിയിൽ നിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അതെങ്കിൽ ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട, പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത്. അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത്. പക്ഷെ ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകതര ഒരു സ്വഭാവമാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും ഏതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചിറക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്, ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, ഇവർ നമ്മളെ പോലെയല്ല, ഇവരെ കൾച്ചർ വേറെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിൻ്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് ഈ അടുത്ത്. ഞങ്ങളുടെ വീട് ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു CCTVയുടെ എന്തൊക്കെയായാലും അവർ ഫോട്ടോസൊക്കെ അവരിടുന്ന ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ്. ഞങ്ങൾക്കിപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനും താല്പര്യമില്ല. അല്ല, 30-ാം തീയതിയാണ് പൂട്ടിയിട്ടത്. അന്നാണ് കൊടുക്കുന്നത് ഞങ്ങൾ. ആ ഹസ്ബൻഡിനെ പുറത്ത് വിട്ടു. നമ്മളെ ഇത്ര വരെ അകത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഹസ്ബൻഡിനെയാണ് പുറത്ത് വിട്ടത്. ഉച്ചയ്ക്ക് ശേഷം ഹസ്ബൻഡിനെ പുറത്ത് വിട്ടു. ആ അതാ പറഞ്ഞ അത്ര ഗോൾഡ് പണയം പോലീസിനെ സമീപിക്കുക. അവിടെ പോലീസ് നിൽക്കുകയില്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് അവര് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തു വെച്ചിട്ട് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ വേറെ ക്യാഷ് ഒക്കെ വരുന്നുണ്ട്. അത് പറഞ്ഞു. എൻ്റെ ചേട്ടൻ അബ്രോഡാണ് നിൽക്കുന്നത്. എൻ്റെ ചേട്ടൻ ഓരോ വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും എൻ്റെ അക്കൗണ്ടിലാണ്
ക്യാഷ് അയക്കുന്നത്. അതും അവരൊരു തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ച് എന്നോട് പറഞ്ഞത്. നിനക്ക് എന്തിനാണ് നിൻ്റെ ചേട്ടൻ ഇത്രയും ലക്ഷങ്ങൾ അയക്കുന്നത്, ആരുടെ കൂടെ കിടന്ന് കൂത്താടാനാണ് ഈ ക്യാഷൊക്കെ അയച്ചിരുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് അവർ സംസാരിച്ചത്. നിങ്ങളുടെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണല്ലോ പണം വന്നത്. അതെ, എത്ര നാളെ അവിടെ ജോലി ചെയ്യുന്നു? 1 വർഷമായിട്ട്. ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ കാലയളവിൽ എത്ര തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മുഴുവനായി വന്നിട്ടുണ്ടാവും? 30-നകത്തൊക്കെ വന്നിട്ടുണ്ടാവണം. 30 ലക്ഷം. അതിനകത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവണം. ദിയയ്ക്ക് നമ്മൾ വീക്കിലി ആയാലും ദിയ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വിഗ്ഗി ജീനിക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്റ്റിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വരും. അപ്പോൾ അവരെ കയ്യിൽ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള സാധനങ്ങൾ കൊടുത്തു വിടണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് 3-4 സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട്. ദിയയ്ക്ക് സ്വിഗ്ഗി ജീനിയിൽ അകത്ത് വെച്ച് കൊടുക്കാൻ, ജ്വല്ലറിയുടെ കൂടെ ദിയയ്ക്ക് ആ ക്യാഷ് എടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിയ. CCTV അതെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിൽ വെക്കാനാണ് ദിയ അടുക്കളയിൽ നിന്നാണ് ക്യാഷ് എടുക്കുന്നത്. 500. അതെ, കൗണ്ടറിൽ വെച്ച് വാങ്ങും, അല്ലാതെ നിന്നും മേടിക്കാറുണ്ട്. കസ്റ്റമർ കൂടുതൽ ഓൺലൈൻ ക്യാഷാണ് ചെയ്യുന്നത്. ഉണ്ടാവണം. മറ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞു ജാതീയമായി അധിക്ഷേപിച്ചു, അങ്ങനെയുള്ള ആരാ അത് പറഞ്ഞത്? ജാതീയമായി നിങ്ങളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. ആ ചേച്ചിയുടെ അടുത്ത് നീ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ട് ആ ചേച്ചിനെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എപ്പോഴും വണ്ടി ചേച്ചി ഓൾറെഡി എപ്പോഴും അടിച്ചമർത്തുമായിരുന്നു. എപ്പോഴും ഞാനൊരു SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ എന്തെങ്കിലും ജ്വല്ലറി ഷോപ്പിലാണെങ്കിൽ തന്നെ ചേച്ചി എപ്പോഴും ഓരോ മാലയൊക്കെ ഇതേതെങ്കിലും കാട്ടുജാതിയൊക്കെ ഇടുമായിരിക്കും, ഇതേതെങ്കിലും കാട്ടുജാതിയൊക്കെ വാങ്ങത്തുള്ളൂ, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അതുപോലെ തന്നെയാണ് എന്നെ കാറിൽ കയറ്റിയിട്ട് എന്നോട് നീ മുക്കുവത്തിയാ, അവനും ഒക്കെ മുക്കുവനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല, ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞപ്പോൾ ഏത് ഹിന്ദു, എന്തോ ഒരു വാക്കൊന്ന് വാണാനോ, എനിക്കത് മനസ്സിലായില്ല, വണ്ണവനോ എന്തോ ഒരു വാക്ക്.